ഇന്ത്യയിൽ ടൂറിസം സൂപ്പർ ബ്രാൻഡ് പദവിക്ക് അർഹമായ ഏക സംസ്ഥാനം. ഇന്ത്യയിൽ ടൂറിസം സൂപ്പർ ബ്രാൻഡ് പദവിക്ക് അർഹമായ ഏക സംസ്ഥാനം. ഉത്തരം കേരളം. ഉത്തരം ഏതാണ്? കേരളം. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്ന മലയാളി. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്ന മലയാളി. അപ്പൊ എന്തിന്റെ തലവനായിരുന്ന മലയാളിയാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ, അല്ലെ? അപ്പൊ ഉത്തരം VP മേനോൻ. ആരാണ്? VP മേനോൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി. ഉത്തരം പത്മ രാമചന്ദ്രൻ. ആരാണ്? പത്മ രാമചന്ദ്രൻ. അടുത്ത ചോദ്യം, നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ആരാണ്? നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ആരാണ്? ഉത്തരം ഗവർണർ. ആരാണ്? ഗവർണർ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏത്? ഉത്തരം വെല്ലൂർ കലാപം. ഏതാണ്? വെല്ലൂർ കലാപം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം, സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകൾ? സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകൾ? ആര് പറഞ്ഞായിരിക്കും? ഉത്തരം ബാലഗംഗാധര തിലക്. ആരാണ്? ബാലഗംഗാധര തിലക്. ഇന്ത്യ ഗവൺമെന്റ് ജലവർഷമായി ആചരിച്ച വർഷം. ഇന്ത്യ ഗവൺമെന്റ് ജലവർഷമായി ആചരിച്ച വർഷം. ഉത്തരം 2007 എന്നാണ്. 2007. അടുത്ത ചോദ്യം, ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന ഗാലക്സി. ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന ഗാലക്സി. ഉത്തരം മാഗല്ലനിക് ക്ലൗഡ്. മാഗല്ലനിക് ക്ലൗഡ്. അടുത്ത ചോദ്യം, കള്ള് കുളിക്കുമ്പോൾ പതഞ്ഞു പൊന്തുന്ന വാതകം. കള്ള് കുളിക്കുമ്പോൾ പതഞ്ഞു പൊന്തുന്ന വാതകം. ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയിൽ ഏറ്റവും ഉയർന്ന ഇലക്ട്രോനെഗറ്റിവിറ്റിയും രാസപ്രവർത്തന ശേഷിയുമുള്ള മൂലകമേത്? ആവർത്തന പട്ടികയിൽ ഏറ്റവും ഉയർന്ന ഇലക്ട്രോനെഗറ്റിവിറ്റിയും രാസപ്രവർത്തന ശേഷിയുമുള്ള മൂലകം ഏത്? ഉത്തരം ഫ്ലൂറിൻ. ഏതാണ്? ഫ്ലൂറിൻ. അടുത്ത ചോദ്യം, മനുഷ്യരിൽ അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്ന രോഗം. മനുഷ്യരിൽ അയഡിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്ന രോഗം. ഉത്തരം ഗോയിറ്റർ. ഏതാണ്? ഗോയിറ്റർ. അടുത്ത ചോദ്യം, ജ്വലനത്തെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ വായുവിലെ ഘടകം. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ വായുവിലെ ഘടകം. ഉത്തരം നൈട്രജൻ. അടുത്ത ചോദ്യം, ഏറ്റവും കുറച്ചു കാലം കേരള നിയമസഭ സ്പീക്കറായിരുന്ന വ്യക്തി. ഏറ്റവും കുറച്ചു കാലം കേരള നിയമസഭ സ്പീക്കറായിരുന്ന വ്യക്തി. ഉത്തരം AC ജോസ്. ഉത്തരം AC ജോസ്. അടുത്ത ചോദ്യം, ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഏത്? ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഏത്? ഉത്തരം അസിർഗഡ്.
ഉത്തരം ഏതാണ്? അസിർഗഡ്. അടുത്ത ചോദ്യം, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ആര്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഹെൻറിച്ച് ഹെർട്സ്. ആരാണ്? ഹെൻറിച്ച് ഹെർട്സ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം. ഉത്തരം കോട്ടയം. ഏതാണ്? കോട്ടയം. അടുത്ത ചോദ്യം, വാട്ടർ ഗ്യാസ് ഏത് വാതകങ്ങളുടെ മിശ്രിതമാണ്? വാട്ടർ ഗ്യാസ് ഏത് വാതകങ്ങളുടെ മിശ്രിതമാണ്? ഉത്തരം കിട്ടിയോ? ഏതായിരിക്കും? കാർബൺ മോണോക്സൈഡ്, പിന്നെ ഏതാ? ഹൈഡ്രജൻ. ഓക്കെ, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, ചെറുകിട വ്യവസായങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. എങ്ങനെയാണ്? ചെറുകിട വ്യവസായങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഉത്തരം പഞ്ചാബ്. ഏതാണ്? പഞ്ചാബ്. അടുത്ത ചോദ്യം, ഗ്ലാസിൽ ജലത്തുള്ളികൾ പറ്റിപ്പിടിക്കാൻ കാരണമായ ബലമേത്? ഗ്ലാസിൽ ജലത്തുള്ളികൾ പറ്റിപ്പിടിക്കാൻ കാരണമായ ബലം ഏത്? ഉത്തരം കിട്ടിയോ? ഉത്തരം ഏതാണ്? അഡ്ഹിഷൻ ബലം. ഏതാണ്? അഡ്ഹിഷൻ ബലം. അടുത്ത ചോദ്യം, ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. ഉത്തരം തട്ടേക്കാട്. ഏതാണ്? തട്ടേക്കാട്. അടുത്ത ചോദ്യം, കായൽ യാത്രക്കിടയിൽ വധിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. കായൽ യാത്രക്കിടയിൽ വധിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ഉത്തരം ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. ആരാണ്? ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. കാവ്യ ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്. കാവ്യ ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്. ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ആരാണ്? ചട്ടമ്പി സ്വാമി. അടുത്ത ചോദ്യം, മലബാർ എക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത്. മലബാർ എക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത്. ഉത്തരം ഡോക്ടർ പൽപു. ആരാണ്? ഡോക്ടർ പൽപു. അടുത്ത ചോദ്യം, റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ ബ്രിട്ടീഷുകാരൻ. റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ ബ്രിട്ടീഷുകാരൻ. ഉത്തരം എം.ഇ. വാട്സൺ. ആരാണ്? എം.ഇ. വാട്സൺ. അടുത്ത ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. ഉത്തരം ഏതാണ്? കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഏതാണ്? ആന്ധ്ര. ഏതാണ്? ആന്ധ്ര. അടുത്ത ചോദ്യം, പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആര്? പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആര്? ഉത്തരം കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ഉത്തരം പെരിയാർ. ഉത്തരം ഏതാണ്? പെരിയാർ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയായിരിക്കും? 6. അടുത്ത ചോദ്യം, യൂണിസെഫ് നിലവിൽ വന്ന വർഷം. യൂണിസെഫ് നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ്? 1946. ഓക്കെ,